നമ്മൾ ഈ ദിവസങ്ങളിൽ ന്യൂ ഇയർ മെസ്സേജിലേക്ക് ഞാൻ ഇതിൽ വന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഡൈവേർഷൻ ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണേ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ അസാധാരണമായ മാനിഫെസ്റ്റേഷൻസ് ചർച്ചിലുണ്ടാകാൻ പോവാം. നിങ്ങൾ അതിന് കൈയടിച്ചില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ഉള്ളിൽ തോന്നുക, എന്തുകൊണ്ട് ചർച്ചിൽ ചിലർക്ക് അനുഭവങ്ങളും ചിലർക്ക് ആത്മീയ അനുഭവങ്ങളില്ലായ്മയും ഉണ്ടാകുന്നു? കാരണം കർത്താവ് വിളിച്ചത് സകലർക്കും ആത്മീയമായ ബോധ്യത്തിൽ വളരാൻ വേണ്ടിയാണ്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 6:1 വരാം. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളിത് ശ്രദ്ധിച്ചോ, ഇത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖകൻ എബ്രായർക്ക് എഴുതിയ വാചകങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ആ വാചകത്തിന്റെ ആദ്യത്തെ വരികളൊന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. എന്താണ് ഈ നിർജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ? തെറ്റുകളിൽ നിന്നും ശരികളിൽ നിന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന തെറ്റുകളിൽ നിന്നുള്ള മനംതിരിയൽ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തത് എന്താ? ദൈവത്തിങ്കിലുള്ള വിശ്വാസം. വിശ്വാസത്താൽ ചിലത് നേടിയെടുക്കുന്നത്, വിശ്വാസത്താൽ ചിലത് സ്വന്തമാക്കുന്നത്, വിശ്വാസത്താൽ സൗഖ്യമാകുന്നത്. അടുത്തത് എന്തുവാ? അടുത്തത് സ്നാനങ്ങൾ, അടുത്തത് കൈവപ്പ്, അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ, മരിച്ചവരുടെ പുനരുദ്ധാനം. എല്ലാവരും പറഞ്ഞ് മരിച്ചവരുടെ പുനരുദ്ധാനം. അടുത്ത വാചകം നിങ്ങൾക്ക് വായിക്കാവോ? നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ വീണ്ടും ഇടാതെ എന്ന്. അടുത്ത വാചകം പറയാം, പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കാതെ അതിനപ്പുറത്തേക്ക് നിങ്ങളും ഞാനും കടക്കണമെന്ന്. ആമേൻ. നിങ്ങൾ ആരും അതിന് കൈയടിച്ചില്ല. ആരോ ഒരു മിടുക്കം കഴിഞ്ഞു എന്നോട് ചോദിച്ചു, ജോൺ ദാരു ബ്രദർ മാനസാന്തരം പ്രസംഗിക്കുന്നുണ്ടോ? എനിക്ക് ആ മിടുക്കനോട് പറയാനുള്ളത്, മോനെ, എടാ നീ പ്രസംഗിച്ചോ, വിരോധമില്ല, പക്ഷേ ഞങ്ങൾ അതിനപ്പുറത്തേക്ക് കടന്നിട്ട് പരിജ്ഞാന പൂർത്തി എന്ന് പറയുന്ന ആത്മീയത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറായി. എന്റെ കൂടെ എത്തിയോ? എന്റെ കൂടെ ഉള്ളവർക്ക് നല്ല ഹല്ലേലൂയ പറയാമോ? മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കണ്ടേ? നിത്യശിക്ഷാവിധി പ്രസംഗിക്കണ്ടേ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? പുനരുദ്ധാനം പ്രസംഗിക്കണ്ടേ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, അതിനപ്പുറത്തേക്ക് നീ വളരണമെന്നാ പൗലോസ് പറഞ്ഞത്. അതിനപ്പുറത്തേക്കുള്ള വളർച്ച എന്ന് പറഞ്ഞ എന്തുവാ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ, അതിന്റെ എബ്രായ ലേഖനം 5:12-14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ നിന്നാണ് 6-ാം അധ്യായം ഉണ്ടായത്. നിങ്ങളൊന്ന് വായിക്കാവോ? കാലം നോക്കിയ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടിന്റെ ആദ്യ പാഠങ്ങളെ വീണ്ടും ഉപദേശിച്ചു തരാനോ ആവശ്യമായിരിക്കുന്നു. അപ്പോ പൗലോസ് പറയുക, ഇതൊക്കെ ആദ്യ പാഠങ്ങളാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ആദ്യ പാഠങ്ങളാണ്. അടുത്ത വാചകം, പാൽ കുടിക്കുന്നവൻ. അപ്പൊ പാൽ കുടിക്കുന്നവനാണ് ആദ്യ പാഠക്കാരൻ. നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാണല്ലോ എന്ന് പറഞ്ഞ ആദ്യ പാഠം കഴിഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഉണ്ട്, നീതിയുടെ പഠനം. കേൾക്കുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു. വേണ്ട, പ്രയാസമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത വാചകം, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളായി പ്രായം തികഞ്ഞവർക്ക് പറ്റത്തുള്ളൂ. വായിക്കുമ്പോൾ എല്ലാം കൂടെ വല്ലാതെ വരുന്നല്ലേ. ഞാൻ ഒരിക്കലും ഈ വാക്യം എടുക്കുമ്പോൾ പറഞ്ഞൊരു വാചകം ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നുണ്ട് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടോ? അല്ല, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാതല്ലോ വളർന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒരു രസകരമായൊരു വാചകം പറയട്ടെ ഞാൻ. നിങ്ങളുടെ വീട്ടിൽ ചാള മീൻ വറുത്തു. നിങ്ങളുടെ വീട്ടിൽ ചാള വറക്കൂ. എനിക്കിഷ്ടമുള്ള മീനുകളിൽ ഒന്നാ ചാള. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിള്ളേരോട് ചോദിച്ചാൽ പിള്ളേർ പറയും,
അമ്മ മീൻ വറക്കുന്ന മണം വരുന്നു പറയത്തില്ലേ പിള്ളേരെ? നിങ്ങളുടെ വീട്ടിൽ ബീഫ് വെക്കാറുണ്ടോ? ബീഫ് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് കയറി അറിയത്തില്ലേ ബീഫാ വെച്ചിരിക്കുന്നതെന്ന്? എന്നാ ചിക്കൻ വെച്ച ആ മണം ഉണ്ടോ? നിങ്ങളൊന്നും പറയാത്തെ. എന്നാൽ നിങ്ങളെ പിള്ളേരോടും ചോദിച്ചു നോക്ക്, ഏത് മീനാ മോനെ വറുത്തതെന്ന് പറയാവോ? കുഞ്ഞുങ്ങളായിരിക്കുന്ന അവർ പറയത്തില്ല ഏത് മീനാണെന്ന്. പക്ഷെ നമുക്ക് ചാള വറുത്താൻ ദൂരെ നിന്ന് കേട്ടാൽ അറിയാം ചാളയുടെ മാറ്റം വരുന്നു അല്ലെങ്കിൽ മണം വരുന്നു ഏതെങ്കിലും നമ്മൾ പറയും. ഇല്ലെന്നോ ഉണ്ടെന്നോ? അതെങ്ങനെയാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏത് മണമാണ് അതെന്ന് പറയാൻ തക്കവണ്ണമുള്ള വളർച്ചയിലേക്ക് വന്നു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഇന്ദ്രിയത്തിനകത്ത് എന്തില്ല, അങ്ങനെ ഒരു വളർച്ച വന്നിട്ടില്ല. കാരണം അവർക്ക് മണം അറിയാം, മീൻ വറക്കുന്നതാണ്, നല്ലൊരു കറി വെച്ചിട്ടുണ്ടെന്നറിയാം, അല്ലെങ്കിൽ നല്ലൊരു ബീഫോ അല്ലെങ്കിൽ എന്തോ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നറിയാം, അതിൻ്റെ മണം അവർക്ക് അറിയാം. പക്ഷെ അതിനെ സ്പെസിഫൈ ചെയ്താൻ അറിയത്തില്ല. എന്നാൽ വളർച്ച വരുമ്പോ അവർ പറയും, അപ്പൊ ഇന്ന് ബിരിയാണിയുടെ മണം വരുന്നല്ലോ അമ്മ, അല്ല അമ്മ ഇന്ന് വീട്ടിൽ ചാളയാണോ വറുത്തിട്ടുള്ളത് എന്ന് അവർ ചോദിക്കാൻ തുടങ്ങും. എപ്പോഴാന്ന് ചോദിച്ചാൽ അവരുടെ ഇന്ദ്രിയങ്ങൾ ഏതു വിധത്തിലേക്ക് വരുമ്പോ, അവർ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ആ പക്വതയിലേക്ക്, ആ വളർച്ചയിലേക്ക് വരുമ്പോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ അതിനു മുമ്പാണെങ്കിൽ നമ്മൾ പറയും, മോനെ ഇന്ന് ഇങ്ങനെയാ വെച്ചിട്ടുള്ളത്. അപ്പോൾ ശിശു ആയിരിക്കുമ്പോൾ വേറൊരാളുടെ ഗൈഡൻസിലെ ചില കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഞാൻ 5 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ, ഏതെങ്കിലും കസേര വരാമോ? ഇരുന്നോട്ട് പറഞ്ഞ പോരെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടിന്യൂസ് ആയി കുറച്ച് ദിവസം ഉപവസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മാർച്ച് അവസാനം വരെ ഫാസ്റ്റിങ്ങിലാണ്. സോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത് മതി, ഇതിനകത്ത് പുറകോട്ട് ചാഞ്ഞു പോകും. നിങ്ങൾ എൻ്റെ ഒപ്പത്തിങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദയോർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രായത്തിൽ മാത്രമേ ഇന്ദ്രിയങ്ങൾ ഏതാണ് അതെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ കഴിവിലേക്ക് വരത്തുള്ളൂ. റൈറ്റ്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പക്ഷെ സഭകൾ ഇപ്പോഴും എന്താ ചെയ്യുന്നതെന്നറിയോ? സഭകൾ ഇപ്പോഴും എന്താ പഠിപ്പിക്കുന്നത് അറിയോ? എടാ അത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, മാനസാന്തരപ്പെടണം, നിനക്ക് ശിക്ഷാവിധിയുണ്ട്, മാനസാന്തരപ്പെടണം, നിനക്ക് ശിക്ഷാവിധിയുണ്ട് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അവർ ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത്? അവർ ശിശുക്കളാണ്, ആ ശിശുത്വത്തിലുള്ളവരാണ്. ഇന്നത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ നോക്കരുത് എന്ന വിധത്തിൽ അവർ ഉപദേശിക്കേണ്ടി വരുന്നയാൾ. എന്നാൽ ശിശുത്വം വിടുന്ന ആളുകൾ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും, അവർ സെൻസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ആ കറി, ഇതാണ് ആ രീതി, ഇതാണത് എന്ന് നമുക്ക് മനസ്സിലാകാനായി തുടങ്ങും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ കയ്യിൽ പിടിച്ചാൽ ആ കയ്യിൽ പിടിച്ചതിന്റെ ഉദ്ദേശം ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആ കുഞ്ഞിനെ ദുരുപയോഗപ്പെടുത്തിയാൽ പോലും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി വരാൻ അതിന് സമയമെടുക്കും. എന്നാൽ അത് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ആളുടെ ആ തൊടുന്ന രീതിയിലുള്ള മാറ്റം അതിന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. കാരണം അതിൻ്റെ ഇന്ദ്രിയങ്ങൾ ആ പക്വതയിലേക്ക് വളരാൻ തുടങ്ങും. നിങ്ങളെന്താ അനങ്ങാത്തെ? ഇന്ദ്രിയങ്ങൾ വളരുന്ന അനുഭവത്തെയാണ് അടുത്ത ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ഏത് വിധത്തിൽ ഇന്ദ്രിയങ്ങൾ വളരുക എന്ന് പറഞ്ഞ നീതിയുടെ വചനത്തിൽ ഇന്ദ്രിയങ്ങൾ വളരണം. എല്ലാവരും പറ, നീതിയുടെ വചനത്തിൽ എന്ന് പറഞ്ഞ തെറ്റും ശരിയെയും തൻ്റെ ശരീരം സെൻസ് ചെയ്ത്, തെറ്റും ശരിയെയും തൻ്റെ ആത്മാവ് സെൻസ് ചെയ്ത് അതിനകത്ത് നടക്കുന്ന വിധത്തിലേക്ക് ആത്മീയ പക്വതയിലേക്ക് വരണം. വാവ്, നീ ചെയ്ത് തെറ്റാ, നീ ചെയ്ത് ശരിയാ എന്ന് ഒരാൾ പറഞ്ഞു തരുന്ന സ്ഥിതിയിലല്ല, പകരം പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരുമ്പോൾ ആത്മാവ് അയാളോട് പറയും, മോനെ അങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പറയാൻ തുടങ്ങും. എന്ന് പറഞ്ഞ സഭ ഒരു വ്യക്തിയെ പഠിപ്പിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ആത്മനിറവിൽ എങ്ങനെ നടക്കാമെന്നാണ് സഭ വ്യക്തിയെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, ഇന്ന്
ഞാൻ ഈ വാചകം ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റായി വിചാരിക്കരുത്. കരിസ്മാറ്റിക് ഗ്രൂപ്പുകാരോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് താഴെയുള്ള പുറകിലുള്ള പല ആത്മീയ കൂട്ടങ്ങളോ വാസ്തവത്തിൽ ആത്മാവിൻ്റെ നിറവിനെ കുറിച്ചോ ആത്മാവിൽ നയിക്കപ്പെടുന്നതിനെ കുറിച്ചോ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല. അതിന് പകരം ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, മാനസാന്തരവും നിത്യശിക്ഷാവിധിയും പുനരുദ്ധാനവുമാണ് അവർ റെഗുലറായി പഠിപ്പിക്കുന്നതിന്റെ കാരണം. അവർ ഇപ്പോഴും അടിസ്ഥാനം ഇടുന്നതേ ഉള്ളൂ. എന്നാൽ ആരെങ്കിലും അതിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ തുടങ്ങുന്നുവോ, ആ ആളോട് എനിക്ക് പറയാനുള്ളത്, അയാൾ സകലത്തെയും ജയിച്ച് ജീവിക്കാൻ തുടങ്ങും. അയാളാണ് സക്സസിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. ഓ come on കൈ അടിച്ചൊരു നല്ല ആമേൻ പറ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുകളിൽ വന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരുന്നത്, ഇന്ന് പകൽ ഞാൻ ഈ പറയുമ്പോ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് ചിലര് കയറി വരാൻ പോവും. അടുത്തൊരു നിലവാരത്തിലേക്ക് ചിലർ കയറി വരാൻ പോവും. ഓ come on കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞോട്ടെ. ഈ പകൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ചിലർ ഉയരാൻ പോവും. തെറ്റും ശരിയും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ച് നടത്തുന്ന കാലഘട്ടം മാറിയിട്ട് പരിശുദ്ധാത്മാവ് തെറ്റും ശരിയെയും നിയന്ത്രിച്ച് നടത്തുന്ന ഒരു കാലത്തിലേക്ക് വരുന്ന ആദ്യ പടിയാണ്, മച്ചുരിയിലേക്ക് വരുന്ന ആദ്യ പടി എന്ന് പറയുന്നത്. എന്താണ് മച്ചുരിറ്റിയിലേക്ക് വരുന്ന ആദ്യ പടി? Are you listening to me? എന്താണ് മച്യൂരിറ്റിയിലേക്ക് വരുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ആ പക്വത, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വാചകം നിങ്ങൾ പരിജ്ഞാന പൂർത്തി എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് മച്യൂർഡ് എന്നൊരു വേർഡാണ്. മച്യൂരിറ്റിയിലേക്ക് വരിക. എന്താണ് മച്യൂരിറ്റിയിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാനുഭവമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാനുഭവത്തെയാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് കരമുയർത്തി പറ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാനുഭവത്തെയാണ് ഹല്ലേലൂയ എന്ത് വിളിക്കുന്നത്? മാച്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. പരിജ്ഞാന പൂർത്തിയിലേക്ക് വരിക. പരിജ്ഞാന പൂർത്തിയിലേക്ക് വരുന്നതിന്റെ ആദ്യ പടിയാണ് the first step. എല്ലാവരും പറഞ്ഞേ, ആദ്യ പടി. അതിന് എത്രയെങ്കിലും വേറെ പടികളുണ്ടോ? ഉണ്ടെന്നേ. ഞാൻ ലീഡേഴ്സ് മീറ്റിംഗിൽ ചെറുതായിട്ട് തൊട്ടു കുറച്ച് ഡീപ്പായ കാര്യമാണ് പഠിപ്പിച്ചത്. നേച്ചർ ഓഫ് ഗോഡ് എന്നാ പറഞ്ഞേനെ. അതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ്, ആ നേച്ചർ ഓഫ് ഗോഡിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് നമ്മൾ ആരാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങും? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന തുടർന്ന് ആ കാലഘട്ടം മാറിയിട്ട് തനിയെ അങ്ങനെ ചെയ്യാൻ തുടങ്ങുന്ന കാലമാണ് മാച്യൂരിറ്റിയുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അവിടേക്ക് ഇപ്പൊ നമുക്ക് കടക്കണ്ട. പ്രാഥമിക സ്ഥലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. മാനസാന്തരത്തെ കുറിച്ച് ഇനിയും നിങ്ങളെ ഞാൻ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ശിശുക്കളാണ്. നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ട് എന്ന് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ശിശുത്വത്തിൽ നിന്നുവരെ മാറിയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കും, അതല്ല, അതരുത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകും. ആരോ ഒരാൾ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതിനെയാണ് അടുത്ത മച്യൂരിറ്റിയിലെ ആദ്യ പടിയിലേക്ക് കയറുക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ അതെങ്ങനെയാ ലഭിക്കുക എന്നത്? പലരുടെ അകത്ത് ഈ കാര്യം അറിയത്തില്ല. ചില ആളുകൾ പറയും, ജോൺ ദാരി ബ്രദറിന്റെ അവിടെ സൗഖ്യം മാത്രമേ ഉള്ളൂ, അത്ഭുതം മാത്രമേ ഉള്ളൂ. അവിടെ മണ്ട കേക്ക്. പരിശുദ്ധാത്മാവ് കൂടാതെ ഒരാളും സൗഖ്യമാകത്തില്ല. ഹാർട്ടിന്റെ 3 വാൾവ് പോയ അതേതോട് ചോദിക്കേ, ഇന്ന് എന്താ വേണ്ടത്? അദ്ദേഹം പറയും, എന്റെ ഹാർട്ട് സൗഖ്യമായാൽ മതി. സൗഖ്യമായതിന്റെ പിറ്റേ ദിവസം മുതലേ താൻ എന്ത് ചെയ്യും? മോശമായി ജീവിക്കുവോ? തനിക്ക് മോശമായി ഇനി ജീവിക്കാൻ കഴിയത്തില്ല. കാരണം ഓപ്പറേഷൻ മാറിയിട്ട് തന്റെ ജീവിതം തിരിച്ചു വരികയാണ്. കുറച്ചുകൂടെ നന്നായി പറഞ്ഞ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഒരാളുടെ മേൽ ഉണ്ടാകാതെ അയാൾക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല, വിടുതൽ ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, ഡെലിവറൻസ് ഉണ്ടാകത്തില്ല, അത്ഭുതങ്ങൾ ഉണ്ടാകത്തില്ല. അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായ ഒരാൾക്ക് വിവേകത്തിൽ യേശുവിനെ തള്ളി പറയാൻ പറ്റത്തില്ല. അയാൾ ദൈവവുമായി ജീവിക്കാനായി തുടങ്ങും. Are you listening to me? ആരൊക്കെ പരിഹസിക്കുന്ന ഞാൻ കണ്ടു. അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം, അടയാളങ്ങൾക്ക് പ്രാധാന്യം. എവിടെയോ പരിശുദ്ധാത്മാവ് വന്നാൽ ആ ഉള്ള സഭയിൽ മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കത്തുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെങ്കിൽ ആ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം.
നീ ഏത് സഭയിൽ പോയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലാത്തൊരു സഭയിലാണ് പോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത ദിവസങ്ങൾക്കകത്ത് നീ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ചു പോകും. പിന്നെ ഭൗതികമായി മരിക്കാൻ വലിയ പാടൊന്നുമില്ല. Are you listening to me? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ നിങ്ങളെ പഠിപ്പിച്ചതാ നോക്ക, ശ്രദ്ധിക്കൂ, ഭയങ്കര കാര്യമോ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 3:23 വാക്യങ്ങൾ. വിശ്വാസം വരും മുമ്പേ നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവൻ നമ്മളെ അടച്ചു കളഞ്ഞു. കുറച്ച് ഗട്ടിയുള്ള കാര്യമോ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിനെ ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി വസിച്ചു. വിശ്വാസം വന്നതിന് ശേഷമോ ഒരു 3-4 പേര് എൻ്റെ അടുക്ക് ലൈനായിട്ട് നിൽക്കാവോ? അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഫേസ് ടു അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാവോ? അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാവോ? 4 പേര് നിൽക്കാവോ? പുറകിലായിട്ട് നിന്നേ. എന്നൊന്ന് ശ്രദ്ധിക്കാവോ. ഇതൊരു വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് വിശ്വാസത്തിൽ വരുന്നതിനേക്കാൾ മുമ്പുള്ള വ്യക്തി, ന്യായപ്രമാണത്തിലുള്ള വ്യക്തി. വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് ഇയാൾ ഏതിന്റെ കീഴിൽ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് പറയരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചാലേ ഈ മനുഷ്യൻ നേരെയാകത്തുള്ളൂ, എന്നിലേ ഈ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടത്തുള്ളൂ. എന്നാൽ ഇദ്ദേഹം ഈ അടുത്ത പടിയിലേക്ക് വരികയാണ്. അടുത്ത പടിയിലേക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വന്നു. ഇദ്ദേഹം യേശുവിൽ വിശ്വസിച്ചു. ആ നിമിഷം മുതൽ ഇദ്ദേഹത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കൃപ പകരപ്പെട്ടു. കൃപയാൽ രക്ഷപ്പെട്ടു. ഇദ്ദേഹം നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അടുത്തൊരു സ്ഥലത്തേക്ക് വന്നു. ഇതാണ് ആത്മനിറവിന്റെ സ്ഥലം എന്ന് പറയുന്നത്. ഒരിക്കൽ ഈ മനുഷ്യൻ നിയമങ്ങളാൽ മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി. ഇനി ചെയ്യേണ്ടതെന്താ? കുറച്ചും കൂടെ സ്ഥലത്ത് ഇത് അനേകര് ഉപദേശിക്കുന്ന വിധത്തിലേക്ക് അയാൾ വളരാൻ തുടങ്ങി. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറയാവോ? ശബ്ദയോടെ ഹല്ലേലൂയ പറയാവോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മോൻ വളർന്നു, നിങ്ങളുടെ മോള് വളർന്നു. ആ കുഞ്ഞിനോട് ആഹാരം കഴിക്കുന്നത് ഇങ്ങനെയാണ്. ഇരുന്നോ സഹോദരങ്ങളെ, ആഹാരം കഴിക്കേണ്ടത് ഇങ്ങനെ, അയാളെ ഇങ്ങനെ കഴിക്കരുത്, അങ്ങനെ കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആഹാരം കഴിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം അവർക്ക് ചോറ് വാരി കൊടുത്തു. ഞാൻ ഇന്നും ഓർമ്മയുണ്ട്, കുഞ്ഞുങ്ങളെ ആഹാരം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരവരുടെ ഇനിയും പോകുന്ന കൈ വെച്ചിട്ട് അതങ്ങ് മാന്തും. കണ്ടിട്ടുണ്ടോ? ഇല്ല. മാന്തിയിട്ട് അടുത്ത പോലത്തെ ആക്കി കളയോ. അത് ഇങ്ങനെ ഞെരടി മോന്തയിലും തേച്ച് വായിലോട്ട് കൊണ്ടുപോകത്തില്ല, വായിലോട്ട് ഇങ്ങനെ അങ്ങ് തേക്കുവര്. അങ്ങനെയല്ലേ? നിങ്ങളുടെ കൊച്ചു ഇപ്പോഴും ആ പരുവാണെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യോ? കൊച്ചിനെ 10 വയസ്സായിട്ടും കൊച്ചിന്റെ കയ്യിൽ ചോറ് കൊടുത്ത ഇങ്ങനെ പിളിച്ച് വായിലോട്ട് ഇങ്ങനെ പൊത്തി എന്തുമായിരിക്കും ചെയ്യുന്നത്? നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എപ്പോഴും കുഞ്ഞിനെ ആഹാരം തിന്നുന്ന കാര്യം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥിതി എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ചുള്ള മാതാവിന്റെ പ്രതീക്ഷ എന്തുവാ? ഇപ്പോ ചില ചർച്ചിലെ ആളുകൾ പറയുന്നത് ജോൺ ദാരി ബ്രദർ ഇത് പഠിപ്പിക്കണമെന്നാണ്. എടേ, എന്റെ കൊച്ചുകൾ അളുത്ത പൊളുത്ത കഴിഞ്ഞ് ഒരു ആമീൻ പറ. അതിന് പകരം അത് തനിയെ കോരി തിന്നാനും മറ്റൊരാൾക്ക് കോരി കൊടുക്കുവാനും കഴിയുന്ന വിധത്തിലേക്ക് അത് ഉയർന്നു വന്നു. കൈകളടിച്ചൊരു നല്ല ആമീൻ പറ. കൈയടിച്ചൊരു ആമീൻ പറ. ഞാൻ ഈ വാചകം ഉപയോഗിക്കുന്നത് തെറ്റായി വിചാരിക്കരുത്. ഇന്ന് പല ബന്ധുക്ക സഭകളിലും നിത്യതയെക്കുറിച്ചും നിത്യശിക്ഷാവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കാനുള്ളൂ. ഇടയവേ, അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആത്മാനുഭവം ഉണ്ട്. അതിനെയാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. ശരിയെന്താ തെറ്റെന്താന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ആത്മാനുഭവം ഉണ്ട്. അത് ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറവ് വരണം, ആത്മാനുഭവം ഉണ്ടാകണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. അതിന്റെ പേരാ മച്യൂരിറ്റി എന്ന് പറയുന്നത്. ജോൺ ദാരി ബ്രദർ എപ്പോഴെങ്കിലും നിത്യജീവനെ അല്ല എന്തിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ? എന്തിനെ കുറിച്ചാണ് പ്രസംഗിക്കണ്ടേ? ഒരു നല്ല ആമീൻ പറയാവോ? നിങ്ങൾ ശിക്ഷാവിധിയെ കുറിച്ച് ജോൺ ബ്രദർ പഠിപ്പിക്കുന്നുണ്ടോ? എടേ, നീ നിക്ക്. അതിനൊക്കെ ഒരുപി ഞാൻ പഠിപ്പിക്കുന്നത് എന്താന്ന് ഞാൻ പറയാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ?
ദൈവം നമ്മെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതാ ഞാൻ പഠിപ്പിക്കുന്നത്. അതിന്റെ തൊട്ട് താഴത്തെ വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആത്മാവിനാൽ നാളെ എന്താ സംഭവിക്കുന്നതെന്നും ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്നും നാളെ ഈ എന്റെ ജീവിതം എങ്ങനെയാ നിയന്ത്രിക്കപ്പെടേണ്ടതെന്നും ആ അനുഭവത്തിൽ വളരുന്നതാണ് ആത്മീയ പക്വത എന്ന് പറയുന്നത്. അപ്പൊ ബ്രദറെ, ആത്മീയ പക്വതയിലേക്ക് വരാൻ നിരന്തരം ആത്മീയ അനുഭവങ്ങളെ പ്രസംഗിക്കണം, നിരന്തരം അനുഗ്രഹത്തെ പ്രസംഗിക്കണം, നിരന്തരം നന്മകളെ പ്രസംഗിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് അനുഗ്രഹത്തെ പ്രസംഗിച്ച, അനുഗ്രഹിക്കപ്പെടുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ അനുഭവങ്ങളും നിങ്ങളെ ആത്മീയമായി വളർത്തുകയുള്ളൂ. പൊട്ടന്മാരാണ് പലരെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതനുസരിച്ച് വ്യഭിചാരത്തിന് ജീവിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെടുന്ന അനുസരിച്ച് നിങ്ങൾ കർത്താവുമായി അടുക്കത്തേയുള്ളൂ. ആ അടുപ്പമാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. സഹോദരങ്ങളെ, തെറ്റും ശരിയും മനസ്സിലാക്കിയപ്പോഴാണോ നിങ്ങൾ മാനസാന്തരപ്പെട്ടത്, അതോ കർത്താവുമായി അടുത്തപ്പോഴാണോ മാനസാന്തരപ്പെട്ടത്? നിങ്ങൾ പറ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന തെറ്റാണെന്ന്. എന്താണ്? നിങ്ങൾക്ക് തെറ്റ് ശരിയെ നേരത്തെ അറിയാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ കർത്താവുമായി അടുത്തപ്പോ തെറ്റും തെരിയും മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ കർത്താവുമായി അടുക്കുന്നതിന് ധാരാളം മുഖാന്തരങ്ങളുണ്ട്. രോഗസൗഖ്യങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, ആത്മീയ അനുഭവങ്ങളുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ എന്നെ കർത്താവുമായി അടുപ്പിക്കുക ചെയ്യുന്നത്. ആ അടുപ്പിക്കുന്നതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആരെങ്കിലും എന്റെ ഒപ്പം എത്തിയോ? നിങ്ങൾ അടുത്ത വാചകം കണ്ടോ? ആത്മാവ് തന്നെ സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിയുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത് നമ്മളെ നാളത്തെ ഫ്യൂച്ചറിനെ മനസ്സിലാക്കി തരാൻ മാത്രമല്ല, ദൈവത്തിന്റെ ആഴങ്ങൾ കൂടെ പറഞ്ഞു തരാനാണ്. ഈ ദൈവത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് വല്ല പിടിയുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാവരും പറ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ആകാശം എന്ന് അവിടെ എഴുതിയിരിക്കുന്ന വാചകം ഹെവൻസ് എന്നാണ്. ദൈവം എന്ത് ചെയ്തു? ആകാശങ്ങളെ എന്ന് പറഞ്ഞ സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എല്ലാവരും പറ, സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ദൈവം ആദിയിൽ സ്വർഗത്തെ സൃഷ്ടിച്ചു അല്ലേ? അപ്പൊ ദൈവം എവിടെയായിരുന്നു? അപ്പൊ ദൈവം, നിങ്ങൾ ചിന്തിച്ചു, ദൈവം സ്വർഗത്തെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കയറി ഇരിക്കുമായിരുന്നോ? നിങ്ങൾ ആരെല്ലാം കൂടി ഇല്ലേ? അപ്പൊ സ്വർഗത്തെ സൃഷ്ടിക്കണൊക്കെ മുമ്പ് ദൈവത്തിനൊരു ഭവനം ഇല്ലായിരുന്നോ? ആരും ഇല്ലേ ഇവിടെ? ആദിയിൽ ദൈവം ആകാശം എന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗങ്ങൾ. ആ സ്വർഗം സൃഷ്ടിക്കുന്നത് വരെ ദൈവം എവിടെ വസിച്ചിരുന്നേ? ബൈബിളിന് അതിന് വ്യക്തമായ തെളിവുണ്ട്, പക്ഷെ നമ്മൾ വായിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടോ? Are you listening to me? അതിന്റെ ദൈവിക ആഴങ്ങൾ എന്നാ പറയുന്നേ. ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമീൻ പറ. ശബ്ദം എടുത്തൊരു ഹല്ലേലൂയ പറ. ഹാനോക്ക് 300 കൊല്ലം കർത്താവിനോടൊപ്പം നടന്നു. എന്തുമായിരിക്കും കർത്താവിനോടൊപ്പം സംസാരിച്ച്? ഹാനോക്കിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ 2 വോളിയം ഇന്ന് വെളിയിൽ മേടിക്കാൻ കിട്ടും. അന്ന് 300 വർഷം കർത്താവിനോട് സംസാരിച്ച കാര്യം മുഴുവൻ ചുരുളുകളായി അദ്ദേഹം എഴുതി വെച്ചിരുന്നു. നിങ്ങളത് എടുത്ത് വായിക്കണമെന്നില്ല, കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Are you listening? 300 കൊല്ലം എങ്ങനെ ദൈവമായിട്ട് സംസാരിച്ചു നടക്കാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുമായിരിക്കും 300 കൊല്ലം അദ്ദേഹം സംസാരിച്ചത്? അദ്ദേഹം സംസാരിച്ചു മുഴുവൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ ആഴങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, സ്വർഗം എത്ര ഉണ്ടെന്ന് അറിയാവോ? ഏത് സ്വർഗത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിയാവോ? നരകം സ്വർഗം ഉണ്ട്, അതറിയാം. ഞാനിപ്പോൾ അങ്ങോട്ട് കടന്നാൽ നിങ്ങൾ കുഴയത്തേ ഉള്ളൂ. പൗലോസ് പറയുന്നത് ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നാണ്. അപ്പൊ അതിനപ്പുറത്തൊരു സ്വർഗത്തുണ്ടോ? ഈ വെളിപ്പാട് ദിവസം വായിച്ചാൽ സ്വർഗത്തിലൊരു യുദ്ധം നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ സ്വർഗത്തിൽ യുദ്ധം നടക്കണമെങ്കിൽ ഈവൻ ആരവിടെ കയറി ചെന്നിട്ടുണ്ട്? ലവൻ അവിടെ കയറി ചെന്നിട്ടുണ്ട്. അവൻ അവിടെ കയറി ചെല്ലുന്ന സ്വർഗം ഉണ്ടോ? അപ്പോൾ ആകെ നിങ്ങളെ കുഴച്ചില്ലേ? ഞാൻ തൃപ്തനാണ്, തിരിച്ചിറങ്ങി വരാം. കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിന്നും ആത്മീയ ഗോളത്തിലെ മാനസാന്തരം, പാപത്തിന് മാറടാ, നിനക്ക് ശിക്ഷയുണ്ടടാ എന്ന് പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കർത്താവുമായി നടക്കാനോ കർത്താവുമായി സക്സസിൽ ജീവിക്കാനോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനോ ഇന്ന് സഭ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഞാൻ ഫോക്കസ് ചെയ്തത് നിങ്ങളെ കർത്താവുമായി നടത്താൻ പഠിപ്പിക്കുക ചെയ്തത്. ആരെങ്കിലും കർത്താവുമായി നടക്കാൻ പഠിച്ചാൽ അയാൾ തെറ്റ് ചെയ്യാതിരിക്കാൻ അയാൾ ഉപദേശിക്കേണ്ടി വരത്തില്ല. അയാള് തെറ്റിൽ നിന്ന് ഒഴിയാൻ തുടങ്ങും. സൗരങ്ങളെ, ഞാൻ പള്ളിയിൽ പോകുമായിരുന്നില്ല. ഞാൻ സ്നാനപ്പെട്ട അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു മാനസാന്തര പ്രസംഗമൊന്നും ഇല്ല. പള്ളിയിൽ അച്ഛൻ 15 മിനിറ്റ് പറയുന്നത് എനിക്ക് അമൃതായിരുന്നു. Are you listening? പക്ഷേ അച്ഛനല്ല എൻ്റെ പുറകെ നടന്ന് ഉപദേശിച്ച് വഴി നടത്തിയത്. അന്ന് എനിക്കൊരു 20-22 പേര് പ്രേമിക്കുന്നുണ്ട് ഞാൻ ഒരേപോലെ. ഞാൻ എത്ര പെൺപിള്ളേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 10 മിനിമം ഉണ്ട്. കള്ളമൊന്നുമല്ല പറയണേ, ശരിക്കും ശരിയാ പറയുന്നത്. കടയിൽ വരുന്ന എല്ലാറ്റിനും കമ്പനിയാണ് ഞാൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ ആരും ഉപദേശിച്ചിട്ടല്ല ആ സ്വഭാവത്തിൽ നിന്ന് ഞാൻ മനം തിരിഞ്ഞത്. ആരോ ഒരാളെ അങ്ങനെ അരുത് എന്ന് പറയുന്നത് മനസ്സിലാകുമായിരുന്നു. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലാത്ത എന്താ? ഒരു നല്ല ഹല്ലേലൂയ പറയാത്ത എന്താ? ആർ യു ലിസണിങ്? ആത്മാവിനാൽ നയിക്കപ്പെടുക. ഞാൻ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും അഭിഷേകം ആത്മാവിനെ പകരും. അവരെന്ത് ചെയ്യാൻ തുടങ്ങും? പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാൻ തുടങ്ങും. യൗവനക്കാർ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ, വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ 50 മേലോട്ടുള്ളവരല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചു കളയരുത്. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. എന്താ അതിൻ്റെ അർത്ഥം? അന്ത്യകാലത്ത് കർത്താവ് വരുന്നതിനേക്കാൾ മുമ്പ് സകല ആളുകളും നിയന്ത്രിക്കപ്പെടുന്നത് ആത്മാവിനാലാകാൻ തുടങ്ങും. അതാണ് അന്ത്യകാലത്തിന്റെ പ്രത്യേകത. പ്രവചിക്കാൻ തുടങ്ങും. എന്താ ഈ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് പറയുന്നതിനെ പ്രവചനം എന്ന് പറയുന്നത്, ഞാൻ കേട്ടത് പറയുന്നതിനെ പ്രവചനം എന്ന് പറയുന്നത്. ആര് കാണിച്ചു തന്നത്? ദൈവം കാണിച്ചു തന്നത്. ആര് പറഞ്ഞു തന്നത്? ദൈവം പറഞ്ഞു തന്നത്. അത് ഉറക്കെ വിളിച്ചു പറയുന്നതിനെയാ. അത് മറ്റൊരാളുടെയോ എൻ്റെയോ ജീവിതത്തിലുള്ളതായിരിക്കാം. അത് വിളിച്ചു പറയുന്നതിനെ പ്രവചനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ നടത്താൻ തുടങ്ങുന്ന കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. കാരണം എന്താ? എങ്കിൽ മാത്രമേ കർത്താവിനോടുകൂടെ ഞാൻ എടുക്കപ്പെടത്തുള്ളൂ. നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നൊരു കാര്യം പറയട്ടെ. മാനസാന്തരപ്പെട്ടുകൊണ്ട് മാത്രമല്ല നിങ്ങൾ നിത്യതയിൽ പോകുന്നത്, കർത്താവിനാൽ നയിക്കപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ നിത്യതയിൽ പോകുന്നത്. അയ്യടാ, കൈ അടിച്ചത് കേട്ടാലും കൊള്ളാം. കർത്താവിനാൽ നയിക്കപ്പെടുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പടിയാ ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നത്. ചില ആളുകൾ ചോദിച്ചു, ബ്രദറെ, എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു വാചകം വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. യോബിന്റെ പുസ്തകം 33-14 വാക്യം. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. ദൈവം മനുഷ്യനോട് 1-2 പ്രാവശ്യം സംസാരിക്കും, പക്ഷെ അവൻ കേൾക്കുന്നില്ല. അടുത്ത വാചകം, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവൻ ശയ്യയിൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ, രാത്രിയിൽ, ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. ഒന്ന് പറഞ്ഞാൽ, ദൈവം ഒരാളോട് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം ചെയ്യുന്ന അടുത്ത പരിപാടി, രാത്രി ഉറങ്ങാൻ നേരത്ത് അവന്റെ ഹൃദയം തുറക്കും. അതാണ് അവന്റെ സ്വപ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിനെ സ്വപ്നം കാണുന്നത്. ഞാൻ ചോദിച്ചു, എവിടാ? അദ്ദേഹം ദൂരെയാ. എന്തുവാ കാണുന്നേ? ആ മനുഷ്യൻ തെറ്റായി ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാ കാണുന്നേ. ഇതൊക്കെ ദൈവം തരുന്ന സ്വപ്നമാണോ? ഞാൻ പറഞ്ഞു, ദൈവം തരുന്ന സ്വപ്നമോ? നിന്റെ ഭർത്താവിന് വേണ്ടി നീ ഇടിവിൽ നിൽക്കാൻ കർത്താവ് നേരത്തെ പറയുക. അവനെ പിശാച് വശീകരിച്ച് അവനെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് നേരത്തെ നിന്നോട് സംസാരിക്കുവോ? അതിനോട് ശ്രദ്ധിക്കൂ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ശ്രദ്ധിക്കൂ. അതിനോട് നീ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ,
അതനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ ആ കണ്ടതനുസരിച്ച് ആ സ്വപ്നം പോലെ നീ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ അടുത്തത് വരില്ല, അടുത്ത സ്വപ്നം വെളിപ്പെടത്തില്ല. നിങ്ങൾ അതിനെ ആമീൻ എന്ന് പറഞ്ഞില്ല. നമ്മൾ സ്വപ്നം കണ്ട എന്നത് പറയുന്നത് ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ കണ്ട്. പറ അടുത്തിരിക്കുന്നവരോട് മുഖത്തേക്ക്, എന്തൊക്കെയോ രാത്രി കിടന്ന് കണ്ടു. ഇങ്ങനെയല്ലേ സ്വപ്നം കണ്ട എഴുന്നേറ്റാ പറയുന്നേ? അതെന്താണെന്നോ അതൊന്ന് എഴുതി വെക്കാനോ ഞാൻ നിങ്ങളോട് പറയാം. പിശാചിന് ഒരിക്കലും നിങ്ങൾക്ക് സ്വപ്നം തരാൻ പറ്റത്തില്ല. പിശാച് സ്വപ്നം തരുന്ന സ്ഥലങ്ങൾ ഞാൻ അടുത്ത ആഴ്ചകളിൽ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. നിങ്ങളുടെ ഗാഢമായ ഉറക്കത്തിൽ പിശാചിന് കയറി വരാൻ പറ്റത്തില്ല. ബൈബിളിൽ അങ്ങനെ ഒരു ലേഖനമില്ല. നിങ്ങളുടെ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ആ സ്വപ്നത്തോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ അടുത്ത ദിവസം അടുത്ത സ്വപ്നം ദൈവം കാണിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയാം, അത് ഏറ്റവും താഴെയുള്ള സ്റ്റാൻഡേർഡാണ്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിനൊരു കാര്യം നിങ്ങളോട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ കൺവേ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, സോളി പറഞ്ഞു കാണും, ഈ പ്രാവശ്യത്തെ യൂത്ത് മീറ്റിങ്ങിന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. കുഞ്ഞുങ്ങളോട് എന്താ പറയേണ്ടെന്നൊരു ഐഡിയ ഇല്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരു നല്ല ആമീൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി എന്താ പ്രസംഗിക്കേണ്ടതെന്ന്. അന്ന് രാത്രി ഞാൻ ഉറങ്ങുക, പ്രസംഗിക്കേണ്ട എന്താണെന്ന് അറിയത്തില്ല. ഉറങ്ങുന്ന സമയത്ത് രാത്രി 3 മണിയായപ്പോൾ ഞാൻ പ്രസംഗിക്കേണ്ട ആദ്യ വചനം മുതൽ ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിക്കേണ്ട അവസാന വാക്യം വരെ ഞാൻ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റിരുന്നു. സോളോട് പറഞ്ഞൊരു ബുക്കും പേപ്പറും എടുത്തോണ്ട്, ആദ്യത്തെ അനുഭവം, എൻ്റെ ലൈഫിലെ ആദ്യത്തെ അനുഭവം. സോളോട് ഞാൻ പറഞ്ഞു, നോട്ട് ചെയ്യാൻ പറഞ്ഞു. ആ വാക്യങ്ങൾ സഹിതം ഓരോന്ന് ഉദാഹരണ സഹിതം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞാനൊരു കോപ്പി വായിക്കുന്ന പോലെ സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കുക ചെയ്ത്. ദാറ്റ് മീൻസ് ഞാൻ എന്തു പറയണമെന്ന് സ്വർഗത്തിന് നേരത്തെ പ്ലാനുണ്ട്. ചിലർക്ക് ഈ പകൽ മുതൽ അതുണ്ടായി വരട്ടെ. ഈ പകൽ മുതൽ ചിലർ അങ്ങനെ കേൾക്കാൻ തുടങ്ങട്ടെ. ഞാൻ നിങ്ങളോട് ദൂത് പറയുക, പരിശുദ്ധാത്മാവ് ഈ പകൽ മുതൽ ചിലരുടെ ഹൃദയങ്ങളെ സ്വപ്നങ്ങളിലൂടെ തുറക്കാൻ പോകുകയാണ്. ആ കൈകളൊന്ന് അടിച്ചു കർത്താവിനെ ആരാധിച്ച് യേശുവേ എന്ന് വിളിച്ച് ഞാൻ ഈ ഓഫറിംഗ് ഇടുന്ന ആളുകളോട് പറയട്ടെ, ഇന്ന് രാത്രി സ്വപ്നം കാണണം. ഇന്ന് രാത്രി മുതൽ സ്വപ്നങ്ങൾ കാണണം. നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, വാല്യൂ കൊടുത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 12 കതിരുകൾ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ ആരെങ്കിലും അതിന് വില കൊടുക്കുമോ? സൂര്യനും ചന്ദ്രനും 10 നക്ഷത്രങ്ങളും അത് നമസ്കരിക്കുന്നത് കണ്ടു. നിങ്ങൾ ആരെങ്കിലും അതിന് വില കൊടുക്കുമോ? കുറെ സൂര്യനും ചന്ദ്രനൊക്കെ ഇന്ന് രാത്രി കിടന്ന് കണ്ടു. ഇതായിരിക്കും രാവിലെ എഴുന്നേറ്റാ പറയുന്നേ. എന്താ ഒന്നും മിണ്ടാത്തെ? പാമ്പിനെ കണ്ട ഓർമ്മിച്ചിരിക്കും. പാമ്പ് ഓടിക്കുന്നു ബ്രദറെ, പാമ്പ് വരുന്നു ബ്രദറെ. പാമ്പ് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞോണം, കർത്താവ് നിങ്ങളോട് പറയുക, നിങ്ങളുടെ വീട്ടിൽ ഒരു പൈശാചിക സന്ദർശനമുണ്ട്. ഗെറ്റ് റെഡി ടു ഓവർകം ഇറ്റ്. അടുത്തിരിക്കുന്നവരോട് പറ, പാമ്പെല്ലാം പിശാചല്ല. പറ, പാമ്പെല്ലാം പിശാചല്ല. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയേ ആ പാമ്പിനെ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അതാ ഈ അച്ഛന്മാർ ഉപയോഗിച്ചിരിക്കുന്ന അംശവടി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ലേ? 2 പാമ്പ് 2 സൈഡിലിരിക്കുന്ന, തിരുമേനിമാരുടെ കയ്യിലിരിക്കുന്ന വടി കണ്ടിട്ടില്ലേ നിങ്ങൾ? 2 പാമ്പാണ് ഇരിക്കുന്നത്, കണ്ടിട്ടില്ലേ? തിരുമേനിമാരെന്തിനാ പാമ്പിനെ പിടിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് പാമ്പിനെ കീഴടക്കി എന്ന് കാണിക്കാനായിരിക്കുമെന്ന്. ഇപ്പോഴത് പിന്നീട് മനസ്സിലായേ, അത് പിച്ചള സർപ്പത്തെ പ്രതിനിധീകരിക്കുന്ന, മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ പാമ്പ് രാത്രി കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു എന്നും അതിലൂടെ ആകാം. പാമ്പിനെ കണ്ടു ബ്രദറെ, നീ പാമ്പാകാതെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ഇടപെടുന്ന ഏറ്റവും നല്ല മീഡിയയാണ് സ്വപ്നങ്ങൾ.
Amen. പക്ഷെ ആ സ്വപ്നം കാണുന്നയാള് മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ആദ്യ പടിയാ. ഇന്ന് നീ സ്വപ്നം കാണുക, നാളെ നീ ഓഫീസിൽ ചെല്ലുമ്പോൾ നിന്റെ അടുക്കലിരിക്കുന്നയാള് നിന്നോട് മിസ്ബിഹേവ് ചെയ്യും. എന്നെ എളുപ്പമൊന്നുമല്ലോ, ആലോചിച്ച് നോക്കി. നീ പ്രിപ്പയർഡാണ്. കുറച്ച് ദിവസമായിട്ട് അയാൾക്കൊരു വാലുവളവുണ്ട്. അപ്പൊ കർത്താവ് കൂടെ പറഞ്ഞപ്പോൾ ഉറപ്പായി വാലുവളവ് നല്ലതാണ്. ആ വാലുവളവിന്റെ കൂട്ടത്തിൽ എനിക്കൊരു ചായ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം വാലു വിളയ്ക്കുമ്പോൾ നമുക്കൊരു ചായ വരത്തില്ലേ? തൊലി നിറവും സൗന്ദര്യവും സ്ഥലവും സ്ഥാനവും ഒക്കെ ഉള്ള ആളുകൾ വാലൊക്കെ വളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ വരും. ചായ വരാതിരിക്കണമെങ്കിൽ കൂടെ ആര് വേണം? എന്താ കൈ അടിക്കാത്തെ? നിങ്ങളുടെ കൂട്ടുകാർ പിള്ളേരെ പാർട്ടി, ശനിയാഴ്ച പാർട്ടി, ഞായറാഴ്ച പാർട്ടി എന്ന് പറയുമ്പോൾ പറയണം, ആ പാർട്ടിയിലൂടെ ഞാൻ പാർട്ടി അടിക്കുന്നില്ലെന്നൊക്കെ പറയണം. 2 സ്മാൾ അടിച്ചു കഴിയുമ്പോൾ ഒരുത്തം കയറി മാന്തുമ്പോൾ വേണ്ടാന്ന് തോന്നത്തില്ല, എതിർക്കാൻ തോന്നത്തില്ല, ചാരി നിൽക്കാനേ തോന്നത്തുള്ളൂ. ഞാൻ ഈ പച്ചയായിട്ട് പറയുന്നത് എന്തിനാണെന്നറിയോ? പച്ചയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാ. നമ്മുടെ രാമയും പറയാത്തത് എന്താ? ആരോ ഒരാൾ ചോദിച്ചു, കള്ളു കുടിക്കുന്നതിൽ വല്ല വിരോധമുണ്ടോ? ബൈബിളിൽ പല സ്ഥലത്ത് കള്ളു കുടിക്കാൻ എഴുതിയിരിക്കുവാണല്ലോ എന്ന്. വിരോധമൊന്നുമില്ല. കള്ളു കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത നമ്മുടെ ശരീരം മുഴുവൻ അതിനോട് റിഫ്ലക്റ്റ് ചെയ്യും. വേദപുസ്തകം എഴുതിയിരിക്കുന്നത് കളിക്കാനും കുടിക്കാനും അവർ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്തെന്ന് എഴുതിയിട്ടില്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കാളക്കുട്ടിയെ ആരാധിച്ചു. ആരാധിച്ച സമയത്ത് കളിക്കാനും കുളിക്കാനും എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത്. എന്തു ഈ കളിക്കാനും കുടിക്കാനും? അവിടെ എഴുതിയിരിക്കുന്നത് ഇമ്മോറൽ ആക്ടിവിറ്റീസ് എന്നാണ്. അങ്ങനെ കള്ളു കുടിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ വേറെ സ്ത്രീയെ കാണുമ്പോൾ നമ്മുടെ ഭാര്യയെ പോലെ തോന്നും. അതുകൊണ്ടാണ് കുഴപ്പം തോന്നുക. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ വല്ലവൻ്റെ ഭാര്യയായിരിക്കും, പക്ഷെ അത് നമ്മുടെ ഭാര്യയായിട്ടൊക്കെ തോന്നും. വേറെ വല്ലവൻ്റെ കെട്ടിയവനായിരിക്കും, പക്ഷെ ആ കെട്ടിയവൻ എൻ്റെ സ്വന്തം കെട്ടിയവനായിട്ടങ്ങ് തോന്നുന്നുകൊണ്ടാ. കുഴപ്പമില്ല. അകത്ത് കിടക്കുന്ന ആൾ അങ്ങനെ ഇതാ. അടുത്തിരിക്കുന്നവരോട് പറ, അകത്ത് കിടക്കുന്ന ആളിന്റെ ഗുണമെന്ന് പറ. വേറെ കുഴപ്പമൊന്നുമില്ല. അത് ലഹരി ഇറങ്ങി പോകുമ്പോൾ തെറ്റാണെന്ന് തോന്നും. ഞായറാഴ്ച വരുമ്പോൾ കർത്താവേ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ എന്ന് പറയുന്നു വരും. അത്രേ ഉള്ളൂ. ആർ യു ലിസണിങ്? ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറ. മാച്യൂരിറ്റി പറ, ഉറക്കെ പറ. പരിജ്ഞാനപൂർത്തി. മര്യാദയ്ക്ക് നടക്കണം കേട്ടോ എന്ന് പറയുന്നതല്ല പരിജ്ഞാനപൂർത്തി. ഇന്ന് അദ്ദേഹത്തിന്റെ ബീഡി എടുത്ത് ഞാൻ കളഞ്ഞു. അത് തുടക്കക്കാരനാ. എന്നും അയാളുടെ ബീഡി എടുത്ത് കളയുന്നൊരു ഗതികേടാണെങ്കിൽ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ബീഡി വലിക്കുന്നില്ലെന്നേ ഉള്ളൂ, പല ബീഡികളും വേറെ വിധത്തിൽ ഇരിപ്പുണ്ട്. ആർ യു ലിസണിങ്? എന്നും നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിച്ച് ആ കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ഓർമ്മിച്ച് വിളിച്ച എന്തു തന്നെ പറയുന്നത്? നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നില്ലേ? ഇത് മനസ്സിലാവുന്ന ഭാഷയാ, കുഴപ്പമില്ല. വാരിയങ്ങ് പൊത്തി. നിങ്ങൾ അവസാനം ആലോചിച്ച് കൊച്ച് ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് കുളിപ്പിക്കണം. അങ്ങനെയല്ലേ? നിങ്ങളുടെ വീട്ടിൽ പിള്ളേരില്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറ. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണോ? 4 വയസ്സുള്ള കൊച്ചിന് ആഹാരം കൊടുത്തു നോക്കുക. അവിടെയും തേച്ച് ദേഹത്തും തേച്ച് കൊടുക്കുന്നയാൾ വേണമെങ്കിൽ ആഹാരം കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും കൊടുത്ത ആൾക്കും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? കുളിക്കേണ്ടി വരും. നിങ്ങളുടെ മക്കളുടെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ചിലതിനൊക്കെ കാണുമ്പോൾ ഞാൻ കുളിക്കേണ്ടി വരുവോ? പാസ്റ്റർമാർ എന്നോട് പറയുവാ, ചില ആളുകൾ പറയും, ജോൺ ദാരി ബ്രദറിന്റെ അവിടെ എന്നാ പഠിപ്പിക്കുന്നത്? എടേ, പരിശുദ്ധാത്മാവിനെയാ പഠിപ്പിക്കുന്നത്, ദൈവിക അനുഗ്രഹങ്ങളെ പഠിപ്പിക്കുന്നത്. എന്ന് മാനസാന്തരം പറയാൻ അത് നിന്റെ സഭയിലേ പറ്റത്തുള്ളൂ. കാരണം നിന്റെ കയ്യിലിരിപ്പ്, അവിടെയുള്ള ആളുകളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായി പോയി. ഞങ്ങളുടെ ചർച്ച അതിൽ നിന്നൊക്കെ ചാടിയിട്ട് ഒത്തിരി നാളായിട പോലെ ആയോ ഇല്ലയോ? നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ വീണ്ടും വടിയെടുത്ത് മാറണമെന്ന് വരുവാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ പ്രസംഗിച്ചിട്ട് എന്തുവാ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കേണ്ടത് അനുഗ്രഹങ്ങളാണ്. ഓരോ ദിവസവും ക്രിസ്തുവിലെ അനുഗ്രഹങ്ങൾ പഠിക്കണം, ആത്മീയ അനുഗ്രഹങ്ങൾ പഠിക്കണം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നോക്കാം. ഞാൻ തുടങ്ങി വെച്ചേ ഉള്ളൂ, ഒന്ന് സംസാരിക്കാൻ സമയമില്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര വിഷമമായി പോകും. നാളെ ഞാനിത് പ്രസന്റ് ചെയ്തില്ലല്ലോ എന്ന് വിഷമത്തിലായിരിക്കും ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രസംഗങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കേൾക്കാറുണ്ടോ? മാനസാന്തര പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ ഞാൻ ഇനി മാനസാന്തരപ്പെടാനുണ്ടെന്ന്? ഉണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. എന്നാൽ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആത്മീയമായി വളരും. നിങ്ങൾ തന്നെ
എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന അറിവിലേക്ക് വളരാനേ തുടങ്ങും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? വേറൊരാള് ഉപദേശിച്ചിട്ട് അയാൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മാറ്റം വന്നതല്ല, എൻ്റെ ഉള്ളിലെ ആത്മാവ് പറയുന്നത് കേട്ട് എനിക്ക് മാറ്റം വരുന്ന ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. നിങ്ങളെന്താ കൈയടിക്കാത്ത? റൈറ്റ്, ഒരു ഹല്ലേലൂയ പറ. അതിന് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്തുവാ? സ്വപ്നങ്ങളാണ്. ഏറ്റവും ചെറിയ കാര്യം. അതിനപ്പുറത്ത് വിഷനുകളാണ്. ഓ ലവ് യു ജീസസ്. എന്നോട് ഇന്ന് എൻ്റെ ചർച്ചിലെ ഒരു മെയിൻ ലീഡർ, ഒരു മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് അവളിന്ന് സാക്ഷ്യം പറയുന്നു. എന്നോട് പറഞ്ഞു, അവൾ പറയാം അവൾക്ക് 3 സ്വപ്നങ്ങൾ കർത്താവ് കൊടുത്തു. അതോടെ അവൾ നന്നായി എന്നാ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഒന്ന് മയങ്ങുവാ, ചെന്നതേ ഉള്ളൂ. രാത്രി കുറച്ച് താമസിച്ചാണ് കിടന്നേ. 10 മണിയായി ചെന്നപ്പോൾ 3 സ്വപ്നങ്ങൾ ഞാനും കണ്ടു. എൻ്റെ ലൈഫിൽ ഞാൻ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു അത്. ഞാൻ ആ കാര്യങ്ങൾ തിരുത്തപ്പെടാതിരിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ കാര്യം എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാരണം എനിക്ക് ആ കാര്യത്തിൽ ബോധവാനല്ല ഞാൻ. പക്ഷെ കർത്താവ് ബോധവാനാണ്. അതിലേക്ക് പരിശുദ്ധാത്മാവാണ് നടത്തേണ്ടത്. ഞാൻ നിങ്ങളെ ഉപദേശിച്ചാൽ നിങ്ങൾ നന്നാവത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളെ ആരെങ്കിലും ഞാൻ ഉപദേശിച്ച് നന്നാക്കാന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ചില ഭാര്യമാരുടെ വിചാരം ഭർത്താക്കന്മാരെ ഉപദേശിച്ച് നന്നാക്കാന്ന. ഭർത്താക്കന്മാരുടെ വിചാരവും അത് തന്നെയാ, ഭാര്യമാരെ നന്നാക്കാന്ന. 2 എണ്ണവും നന്നാവത്തില്ല. നന്നാവാൻ ഏറ്റവും നല്ല മാർഗം യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ട് യേശുവിനെ പരിചയപ്പെടുന്നതോടുകൂടെ ലൈഫ് മാറാൻ തുടങ്ങും. ലൈഫ് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് മാറാൻ എൻ്റെ ഉപദേശമല്ല ആവശ്യം, കർത്താവിൻ്റെ കൃപയാണ് ആവശ്യം. നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നത് കർത്താവുമായുള്ള അടുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ വിവാഹം കഴിഞ്ഞ കാലഘട്ടം എൻ്റെ ഹസ്ബൻഡിന് ഇതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാനല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് അതാ ഇഷ്ടമെങ്കിൽ എനിക്കത് ചെയ്യാനല്ലേ തോന്നത്തുള്ളൂ. അതാണ് കുടുംബജീവിതം. വേറൊരു കുടുംബജീവിതമുണ്ട്, എനിക്കിതാ ഇഷ്ടം, നീ അത് ചെയ്താൽ മതി. അത് വേറൊരു കുടുംബജീവിതം. അത് കൂടുമ്പോൾ ഇമ്പം അല്ല കമ്പം ഉണ്ടാവും. എന്നാ ഉണ്ടാവും? കൂടുമ്പോൾ കമ്പം. കൂടുമ്പോൾ ഇമ്പമാണ് വരേണ്ടത്. ഇമ്പമൊക്കെ പോയിട്ട് കമ്പവും. ഒരു നല്ല അമ്മയും പറഞ്ഞു, എൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാനോ എൻ്റെ ഭാര്യയുടെ ഇഷ്ടം ചെയ്യാനോ ഞാനായിരിക്കുന്നത്. അതിനെ കല്യാണം കഴിച്ചേ. ഭാര്യ പറയുന്നത് കേൾക്കാനാ കല്യാണം കഴിച്ചേ. ഭർത്താവ് പറയുന്നത് കേൾക്കാനാ കല്യാണം കഴിച്ചേ. പരസ്പരം ഇഷ്ടം ചെയ്യുന്നതാ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് കയറി വന്നു തന്നെ. ഞാൻ നിങ്ങൾക്കൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സൗരങ്ങളെ, ദൈവം നടത്തണമെന്നൊരാഗ്രഹം വരട്ടെ എന്ന് പറഞ്ഞേ. നമ്മൾ അറിയേണ്ടത്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഏറ്റവും ചെറിയ പടിയാ. ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദർ സാമ്പത്തിക കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ടോ? അന്ന് ഇവിടുന്ന് എടുത്തേ, സ്റ്റിക്കർ ഒന്ന് എടുത്തേ. നിങ്ങളെല്ലാവരും ഈ സ്റ്റിക്കർ വാങ്ങിക്കൊണ്ട് പോണേ. 3 കാര്യങ്ങളാണ് ആ സ്റ്റിക്കറിനകത്ത് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. ഒന്നാമത്തത് പരിശുദ്ധാത്മ പൂർണ്ണനാകുക. എന്നാ? രണ്ടാമത് പറയോ ഇരട്ടിക്കുക. എല്ലാവരും പറഞ്ഞേ ഇരട്ടിക്കുക. എന്തുകൊണ്ടാണ് ഇരട്ടിക്കുക എന്ന് പറഞ്ഞേ? അടുത്ത ഈ വർഷം നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുക്കണം, ഞാൻ ഒരാളെയും കൂടെ നേടുമെന്ന്. നിങ്ങൾ ഒരാളെ നേടിയാൽ മതി. 10 പേര് നേടുന്നവർ നേടട്ടെ. പക്ഷെ ചർച്ചിലുള്ള എല്ലാവരും അടുത്ത 31-ാം തീയതിക്ക് മുമ്പിൽ ഒരാളെ നേടണം. അടുത്ത വാചകം നിങ്ങൾ വായിച്ചേ. അതിസമ്പന്നനാകുക. സമ്പന്നനാകുക എന്ന് പോലും നമ്മൾ പറയത്തില്ല. എൻ്റെ കടം തീരണേ കർത്താവേ എന്നേ പറയത്തുള്ളൂ. സമ്പന്നനാകുമ്പോൾ കടം തീർന്നോളും. ഇത് 3 നിങ്ങൾ എപ്പോഴും പറയണം. ഈ സ്റ്റിക്കറിനെ ഞാനൊരു വില ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് മേടിച്ചിട്ട് പോവാം.
ഫ്രീ ആയിട്ട് മേടിച്ചോണ്ട് പോവാം. ഇത് നിങ്ങളുടെ വീട്ടിലോ ബൈബിളിൻ്റെ പുറംചട്ടയിലോ ഒട്ടിക്കണം. കണ്ടിന്യൂസ് പറയണം, പരിശുദ്ധാത്മാവിനാൽ നിറയുക. അടുത്തത് എന്തുവാ? ഇരട്ടിക്കുക. എല്ലാവരും പറഞ്ഞേ, ഇരട്ടിക്കുക. നിങ്ങൾ എന്താവണം? ഒരാളും കൂടെ ആകണം. ഒരാളും കൂടെ ആകണം. നിങ്ങൾ ഈ ചർച്ച വരുമ്പോൾ ഒരാളെയും കൂടെ നേടിയെന്ന് നിങ്ങൾ പറയുന്നയാളായിരിക്കണം. നിങ്ങൾ ഒരാളെയും കൂടെ നേടണം. ഈ വർഷത്തെ ടാർഗറ്റ് ആയത്. മൂന്നാമത് എന്തുവാ പറ? സമ്പന്നനാകണ്ട, ഇത് കണ്ടിന്യൂസ് നിങ്ങൾ പറയണം. കണ്ടിന്യൂസ് പറയണം. ദൈവം നടത്തുന്ന, ദൈവം അനുഗ്രഹിച്ച ആള്, ബൈബിളിലുള്ള സ്വർഗത്തിൽ പോയ, എല്ലാവരും പറഞ്ഞു ബൈബിളിലുള്ള സ്വർഗത്തിൽ പോയ എല്ലാവരും സമ്പന്നരായിരുന്നു. ഒരാൾ ഒഴികെ. ആരാ പറയട്ടെ എന്നറിയാം? ലാസർ ഒഴികെ. ബാക്കി എല്ലാവരും ആരായിരുന്നു? അബ്രഹാം സമ്പന്നനായിരുന്നു, ഇസഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബ് സമ്പന്നനായിരുന്നു. പറ. മോശ സമ്പന്നനായിരുന്നു, ദാവീദ് സമ്പന്നനായിരുന്നു, ശമൂവേൽ സമ്പന്നനായിരുന്നു. ശമൂവേലിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ വീട് നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ട്, കയറി നോക്കാം. ശമൂവേലിനെ അടക്കിയത് തന്റെ വീടിനോട് ചേർത്ത. ശമൂവേല് 2-ാം നിലയുടെ മുകളിൽ ചെന്നിട്ട്, അന്നത്തെ കാലത്ത് 2-ാം നിലയുടെ മുകളിൽ ചെന്നിട്ടാണ് ശൗലിനോട് ദൂത് പറയുന്നത്. 3-ാം നിലയിലാണ് ശൗൽ കിടന്നത്. ബൈബിളിൽ എഴുതിയ കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല. 3000 കൊല്ലം മുമ്പ് 3-ാം നില. തീരെ കാശില്ലായിരുന്നു. അതുകൊണ്ടാ അവൻ ഇട്ടിരുന്ന വേഷം റൗബായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യ സമ്പന്നർ മാത്രം ധരിച്ചിരുന്ന വേഷമായിരുന്നു റൗബ്. സമ്പന്നതയല്ല വിഷയം. നിങ്ങൾ സമ്പന്നരായി ജീവിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടം. നിങ്ങൾ അനുഗ്രഹത്തിൽ ജീവിക്കണം. ദാരിദ്ര്യം മനോഭാവം പൊട്ടട്ടെ. സോ ഇതിലേക്കെല്ലാം നിങ്ങളെ നടത്തുന്നത് ദൈവാനുഭവങ്ങളാണ്, ആത്മാനുഭവങ്ങളാണ്. ഈ പകൽ നിങ്ങളുടെ മേൽ അത് ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തോത്രം ചെയ്തേ. നിങ്ങൾ അറിയേണ്ടത്, ഇന്ന് രാത്രി മുതൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. ആഗ്രഹിച്ചേ. നിങ്ങളുടെ ഡയറിക്കകത്ത്, നിങ്ങൾ ഡയറി വാങ്ങിയവരാണോ, ഡ്രീംസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ അതിനകത്ത് കാണും. അതിനകത്ത് ഇന്ന് മുതലുണ്ടാകുന്ന സ്വപ്നങ്ങൾ ഓരോന്ന് എഴുതി വെക്കണം. ചെറിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. കതിരുകളാണ് വാസ്തവത്തിൽ ആര് കണ്ടത്? ജോസഫ് കണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പശുക്കളെയാണ് ആര് കണ്ടത്? പറ. ഫറവോൻ കണ്ടത്. ഒരു വിഗ്രഹ ബിംബത്തെയാണ് അഹശ്വേരോശ് രാജാവ് കണ്ടത്. പക്ഷെ അത് ഈ കാലഘട്ടം വരെയുള്ള ദൈവത്തിന്റെ ആലോചനയായിരുന്നു അന്ന് ദാനിയേൽ ദാനിയേലിന്റെ രാജാവ് കണ്ടത്. അപ്പൊ ഒരു സ്വപ്നത്തിനെ, ഒരു കാലഘട്ടത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. കണ്ട സ്വപ്നം എന്തുവാ? ഒരു വലിയ പ്രതിമ, അതിന്റെ ഓരോ ഭാഗം ഇടിഞ്ഞു പോകുന്നു. അതാണ് കണ്ടത്. അതിനകത്ത് വല്ല അർത്ഥം ഉണ്ടാവുമോ? നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളും വളരെ വാല്യുബിൾ ആണ്. എന്നോട് കർത്താവ് പറഞ്ഞത് ഞാൻ പറയട്ടെ. ഒരു സീസൺ എഴുന്നേക്കുക. ഞാൻ ഈ പറയുന്ന ദൂത് എഴുതി വെച്ചോണം. നാളെ നടക്കാനുള്ളത് ഇന്ന് തലേന്ന് നിങ്ങൾ കാണും. നാളെ നിന്റെ വീട്ടിൽ ഇന്ന ആള് വരുമെന്നും ഇന്ന ആളിനോട് നീ സംസാരിക്കേണ്ടി വരുമെന്നും തലേ രാത്രി നീ കാണും. നിന്റെ മക്കൾക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് തലേ രാത്രി നീ കാണും. അതുപോലൊരു ആത്മാനുഭവം ഉണ്ടാകട്ടെ. ഇപ്പോൾ ആ അഭിഷേകം പകരപ്പെടട്ടെ, ആ ആത്മാനുഭവം പകരപ്പെടട്ടെ. ഇപ്പോൾ പകരപ്പെടട്ടെ, ഇപ്പോൾ പകരപ്പെടട്ടെ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ കൈ കോർത്ത് പിടിച്ച്, ആ പുറകെ നിൽക്കുന്ന ആളുകൾ അതിന്റെ പുറകിൽ നിന്നേ. ഓ റാസലിയാതെ പുറകെ നിൽക്കുക. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ കൈ കോർത്ത് പിടിച്ച്, ആ പുറകെ നിൽക്കുന്ന ആളുകൾ ഇവരെ പിടിച്ച്. കർത്താവിന്റെ ശക്തി ഈ കുടുംബങ്ങളെ തൊടാൻ പോവുക. എനിക്ക് കാണാൻ ഒരു തേജസ്സിന്റെ ബലം ഈ ഹോളിൽ ചലിക്കുന്നു. The power to manifest now. The power of the Holy Spirit. The power of the Holy Spirit. Shiana kalavarന്ന് പിടിച്ചോണം. Rakalava pasala karanariatoloko. Power of the Holy Spirit. Rakabaha salaka rakabaha salava.
Rakalabahassalaba, Rusilikarabakhaba, Radhalakarakaba. ഒരു ശക്തിയുടെ നിറവ് വ്യാപരിക്കട്ടെ. ഒരു ശക്തിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. No, 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 no. Oh, പകരപ്പെടട്ടെ, 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 പകരപ്പെടട്ടെ. ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ. ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ